നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ കുടുംബാംഗം, വസ്തുനഷ്ടവും കൃത്യവുമായ ഫലപ്രവചനം, നിങ്ങളുടെ മനോദുഃഖങ്ങളും കഷ്ടതകളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഓൺലൈൻ സർവീസ് ലഭ്യമാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പേജ്. നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷപ്രേമികൾക്കും വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം വ്യാഴമാറ്റമാണ്. വ്യാഴം ഈ വരുന്ന മെയ് മാസം 14 തീയതി, മേടമാസം 31 തീയതി 2025, മെയ് മാസം 14 തീയതി, മേടമാസം 31 തീയതി ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് ഗോചരം ചെയ്യുന്നു. അപ്പോൾ ഈ വ്യാഴമാറ്റം ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയെന്നുള്ളതാണ് നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന മിഥുനൻ രാശിയാണ്. അതിനു മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ ഒരു ഫലം എന്ന് പറഞ്ഞാൽ ഇതൊരു പൊതുഫലമാണ്. അതായത് ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായിട്ടുള്ള ഫലമാണ്. ഇപ്പം നമ്മൾക്കറിയാം, ഈ ഒരു മിഥുനക്കൂറിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഒരേപോലെ എഫക്റ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കരുത്. ഇത് ആശ്രയിച്ചു പോകുന്നത് അവരുടെ ഗ്രഹനില, അവരുടെ ഇപ്പോഴത്തെ ദശാകാലം, അവരുടെ ലഗ്നം, ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്ന സ്ഥിതി, എത്രാം ഭാവത്തിലാണ്, ഉച്ചത്തിലാണോ നീചത്തിലാണോ, ബലമുണ്ടോ ബലമില്ലേ, ഏത് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടും യോഗത്തോടും കൂടി നിൽക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഈ ഒരു ഫലം പൂർണ്ണമായിട്ട് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി മാത്രമേ ഈ ഫലം നമ്മൾ വിലയിരുത്താവൂ. ഇതൊരു കോമൺ ഫലമാണ്. പല ആൾക്കാർ ഇത് പറഞ്ഞു തരില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി അവർ വളരെ നല്ല യോഗങ്ങൾ പറഞ്ഞങ്ങ് പോകത്തേ എങ്കിലും ഈ നല്ല യോഗങ്ങൾ ആൾക്കാർക്ക് ലഭിക്കില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ലഭിക്കും. പക്ഷെ അത് എല്ലാവർക്കും ലഭിക്കണമെന്നില്ല, കുറച്ച് ആൾക്കാർക്ക് ലഭിച്ചേക്കാം. അപ്പം അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോരുത്തരും ഈ ഫലത്തെ വിലയിരുത്താൻ വേണ്ടി. നമ്മുടെ വ്യാഴം എന്ന് ഇപ്പം വ്യാഴമാണ് മാറുന്നത്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം നമ്മുടെ ജാതകത്തിൽ എത്രാം ഭാവത്തിൽ നിൽക്കുന്നു, ഏത് രാശിയിൽ നിൽക്കുന്നു എന്നതിനെയൊക്കെ നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കുന്നു. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നല്ലൊരു ആസ്ട്രോളജനെ കാണിച്ച് നിങ്ങളുടെ ജാതകം പരിശോധിക്കണം. എന്താണെങ്കിലും വ്യാഴമാറ്റം എല്ലാവർക്കും ഗുണം തന്നെ നൽകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം സർവേശ്വര കാരകനാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിനെ ഉയർച്ചയിലേക്ക് എത്തിക്കാനും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കാനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ടാക്കാനും ഒക്കെ ശേഷിയുള്ള ഗ്രഹമാണ് വ്യാഴം. നമ്മൾ ജ്യോതിഷത്തിൽ തന്നെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളുടെ ഈശ്വരാധീനം പോലും ചിന്തിക്കുന്നത്. അപ്പോൾ ആ വ്യാഴത്തിന്റെ ബലം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ജ്യോതിഷത്തിൽ പറയാറില്ലേ, നിങ്ങളുടെ ഈശ്വരാധീനം എല്ലാം മറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് ഈശ്വരാധീനം ഒട്ടും തന്നെ ഇല്ല, നിങ്ങൾ അതുകൊണ്ട് വ്യാഴപ്രീതികരമായിട്ടുള്ള കർമ്മം ചെയ്യണം, അല്ലെങ്കിൽ കൃഷ്ണന്റെ അമ്പലത്തിലെ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കണമെന്ന് പറയും. അപ്പോൾ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് തന്നെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ആ ഒരു മൂല്യം നമ്മൾ മനസ്സിലാക്കണം. വ്യാഴം മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം ഏറെ മാറ്റങ്ങളോടുകൂടി മാറി മറിയും. മകയിരത്തിന്റെ പകുതി ഭാഗവും തിരുവാതിരയും പുണർത്തിന്റെ 3/4 ഭാഗവും ചേർന്നതാണ് മിഥുനക്കൂർ അല്ലെങ്കിൽ മിഥുനൻ രാശി എന്ന് പറയുന്നത്. ഈ മിഥുനൻ രാശിക്കാർക്ക് 12-ലായിരുന്നു വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇടവൻ രാശിയിലായിരുന്നു. അവരുടെ ചന്ദ്രരാശിയുടെ 12 എന്ന് പറഞ്ഞാൽ ഇടവൻ രാശിയിലായിരുന്നു വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പൊതുവിൽ സ്ഥാനഭ്രംശം, വൈകുല്യം എന്നൊക്കെയാണ് 12-ാം ഭാവത്തെ പറ്റി പറയുന്നത്. അപ്പോൾ പൊതുവിൽ തടസ്സങ്ങൾ, ഏത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ ഉണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ അലച്ചിൽ ഇത്യാദി കാര്യങ്ങളാണ് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ ഭാഗ്യങ്ങൾക്കൊക്കെ നഷ്ടമുണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ പലവിധ സന്താനങ്ങളെ കൊണ്ട് പലവിധ ദുരിതങ്ങൾ, അല്ലെ സന്താനങ്ങൾ വേണ്ട രീതിയിൽ പുരോഗതി കൈവരിക്കാത്തത് കൊണ്ട് നമുക്ക് മാനസികമായിട്ടുള്ള ക്ലേശങ്ങൾ ഇത്യാദി പലവിധ പ്രശ്നങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ ഓരോരുത്തരും കടന്നു പോകുന്നത്. അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് രോഗദുരിതങ്ങൾ മാറാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും, അല്ലെ സന്താനങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോയത് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ, അത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഗുരുതുല്യന്മാരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കപ്പെടുന്ന ആൾക്കാരൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോവുക, വിദ്വേഷ മനോഭാവത്തോടുകൂടി പെരുമാറുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾ മുഖേന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളും അതോടൊപ്പം തന്നെ കുടുംബ ദുരിതങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് കുറച്ചെങ്കിലും അനുഭവിക്കുന്ന ഒരു കാലമായിരുന്നു ഈ വന്നത്.
അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും വ്യാഴം മാറുമ്പോൾ, മെയ് മാസം 14-ാം തീയതി വ്യാഴം മാറുമ്പോൾ അവരുടെ ലഗ്നത്തിലേക്ക് വ്യാഴം വരികയാണ്. അപ്പോൾ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ലഗ്നത്തിൽ വരുന്നത് കൊണ്ട് വളരെ അനുഭവങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. അതായത് സാമ്പത്തികമായിട്ടുള്ള കുറേയേറെ ഉന്നതികളുണ്ടാവും, പലവിധ തടസ്സങ്ങളും അവരുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിക്കോട്ടെ, ഇക്കാര്യത്തിലൊക്കെയുള്ള പലവിധ തടസ്സങ്ങളിലൂടെ പോകുന്ന ആൾക്കാരുണ്ട്. എത്ര ശ്രമിച്ചിട്ടും നല്ലൊരു ജോലി ലഭിക്കാതിരിക്കുക, അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ടുള്ള പഠനങ്ങൾക്ക് പോകുന്നതിന് വേണ്ടി മുടക്കങ്ങൾ ഉണ്ടാവുക, കൂടാതെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കാതിരിക്കുക, സാമ്പത്തികപരമായിട്ട് നമ്മൾ കടങ്ങൾ വാങ്ങിച്ച് കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റാതെ പലവിധ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോവുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒക്കെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അതൊക്കെ മാറ്റം ഉണ്ടാവുന്നു. അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി, അതുപോലെ തന്നെ വിദേശ യോഗങ്ങൾ, സന്താന യോഗങ്ങൾ, നല്ല ഗുരുതുല്യന്മാരായിട്ടുള്ള നമ്മൾ വളരെ നല്ല ആൾക്കാരുമായിട്ടുള്ള സഹവാസം മുഖേന നമ്മുടെ ജീവിതത്തിൽ പുരോഗതി, അല്ലെങ്കിൽ നമുക്ക് കൈത്താങ്ങായിട്ട് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡായിട്ട് ആളുകൾ ഉണ്ടാകുക, അവരുടെ മേൽനോട്ടത്തിൽ പലവിധ കാര്യങ്ങളും നടത്തുകയും അത് മുഖേന സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നതായിട്ടൊരവസ്ഥ ഉണ്ടാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ടുള്ള ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പലവിധ ഗുണാനുഭവങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാകുന്നതാണ്. പൊതുവിൽ നല്ല ഗുണങ്ങൾ തന്നെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. പക്ഷേ നമുക്ക് ശനി മാറിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് കർമ്മഭാവത്തിലേക്ക് വരുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് കർമ്മസംബന്ധമായിട്ടുള്ള മേഖലയിൽ ചില വിഘ്നങ്ങൾ സംഭവിച്ചേക്കാം. എന്ന് പറഞ്ഞാൽ കണ്ടകശനിയാണ്. കണ്ടകശനി കുറച്ച് ആൾക്കാർക്ക് പ്രശ്നങ്ങളോട് തന്നെ കടന്നു പോകും. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിലും ചില ആൾക്കാർക്ക് ജോലി സംബന്ധമായ മേഖലയിലെ ഉദ്ദേശ സമയത്ത് സാമ്പത്തികങ്ങൾ ലഭിക്കാതിരിക്കും. ഉദാഹരണം, നമ്മൾ ബിസിനസ് ചെയ്യാമെന്ന് വെച്ചു, ആ ബിസിനസ്സൊക്കെ തന്നെ ചെറിയ സാമ്പത്തിക ക്രമക്കേടുകൾ, അതായത് സാമ്പത്തികം വളരെ കൃത്യസമയത്ത് ലഭിക്കാത്ത മുഖേന ഉണ്ടാകുന്ന പ്രയാസങ്ങളിലൂടെ കടന്നു പോകാനുള്ള ഇടയുണ്ട്. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഇതൊരു പൊതുഫലമാണ്. ഇത് ഒരു പൊതുഫലം മാത്രമാണ്. അങ്ങനെ മാത്രമേ നിങ്ങൾ കാണാവൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫലം നിങ്ങളുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്, നിങ്ങളുടെ ജന്മലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ജാതകത്തിൽ ആ ഗ്രഹം, വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം എവിടെ നിൽക്കുന്നു, ശനി എന്ന് പറയുന്ന ഗ്രഹം എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ശുക്രൻ എവിടെ നിൽക്കുന്നു, എത്രാം ഭാവത്തിൽ നിൽക്കുന്നു, ഏതൊക്കെ ഗ്രഹങ്ങളോട് യോഗം ചെയ്ത് നിൽക്കുന്നു, എങ്ങോട്ട് ദൃഷ്ടി ചെയ്യുന്നു, ഉച്ചത്തിലാണോ സ്വക്ഷേത്രത്തിലാണോ, ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് ഈ ഒരു ഫലം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ ഉൾപ്പെടെയുള്ള ജ്യോതിഷന്മാർ പറയുന്നത് കേട്ട് അന്ധമായി വിശ്വസിച്ച് നമ്മൾ ഒരു കാര്യത്തിലും ഇറങ്ങിത്തിരിക്കരുത്. കൃത്യമായ ഗ്രഹനിലയും കാര്യങ്ങളും പരിശോധിക്കുക, അതോടൊപ്പം തന്നെ ജാതകം പരിശോധിക്കുക, ദശാകാലം മനസ്സിലാക്കുക. ദശാകാലം അതും ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ സഞ്ചരിക്കുന്ന ദശാകാലം, അതിലൂടെ പോകുന്ന അവതാരകാലം, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ഫലം നിങ്ങൾ കൃത്യമായി വിലയിരുത്താവൂ. അല്ലാതെ ഞാൻ ഉൾപ്പെടെയുള്ള ജ്യോതിഷന്മാർ പറയുന്നത് കേട്ടിട്ട് പൂർണ്ണമായി അന്ധമായി യൂട്യൂബിൽ പ്രവചനങ്ങൾ അന്ധമായി വിശ്വസിക്കാതിരിക്കുക. ഇത് ബേസ് ചെയ്ത് മാത്രമാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുക. അപ്പോൾ ഇതൊരു കോമൺ ഫലമാണ്. കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവും, കുറച്ച് ആൾക്കാർക്ക് ഇപ്പോൾ ഒട്ടും തന്നെ ലഭിച്ചില്ല എന്ന് പറയാം, കുറച്ച് ആൾക്കാർ കുറച്ച് ലഭിക്കും. അപ്പോൾ ഇത് കൃത്യം എന്താണെന്ന കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു ജാതകം പരിശോധിച്ച് ദശാകാലം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഗ്രഹങ്ങളുടെ ബലാബലം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഗുണാനുഭവങ്ങൾ ഒക്കെ തന്നെ അവർക്ക് ലഭിക്കും. വളരെയധികം പുരോഗതി ഉണ്ടാകും. അതുപോലെ തന്നെ വിദേശ യോഗങ്ങളെ, ബിസിനസ്സിൽ പുതിയ ബിസിനസ് ആരംഭിക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാകും. ശനിയും ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ കണ്ടകശനിയുടെ ഒരു ദോഷങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ നല്ല രീതിയിലുള്ള വളരെ ഉന്നതിയിലെത്തുന്ന ഒരു കാലമാണ് നിങ്ങൾക്കുണ്ടാകുന്ന ശനിയുടെ ഗുണങ്ങൾ കൊണ്ടും പിന്നെ അതോടൊപ്പം തന്നെ വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ കൊണ്ടും ഉണ്ടാകുന്നത്. പൊതുവിൽ ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് വളരെ ഗുണപ്രദമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 12 നിൽക്കുന്ന വ്യാഴം ലഗ്നത്തിലേക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ദുരിതങ്ങൾ മാറി ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടക്കും. അതുപോലെ തന്നെ വിവാഹങ്ങൾ മുടങ്ങിക്കിടക്കുന്ന ഒക്കെ മാറി നല്ല വിവാഹങ്ങൾ നടക്കും. രാഷ്ട്രീയ മേഖലയിലാണെങ്കിൽ തന്നെ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വീട് മുതലായ കാര്യങ്ങളൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അതൊക്കെ വേഗത്തിൽ നടക്കും. വീട് പണി നടക്കും. ഫ്ലാറ്റ് ഇത്യാദി കാര്യങ്ങൾ വാങ്ങുന്നതിനൊക്കെ നല്ലൊരു സമയമാണ്. നമുക്കൊരു ഗൈഡൻസിനായിട്ട് എപ്പോഴും നമുക്കൊരാൾ മുന്നിലുണ്ടാവും. ഈ വ്യാഴമാറ്റം കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നോട്ട് തള്ളി നയിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. അത് മുഖേന നമുക്ക് ജീവിതത്തിൽ നേർവഴിയിലൂടെ പോകാനായിട്ട് സാധിക്കും. എന്താണെങ്കിലും ഈ വ്യാഴമാറ്റം നല്ല ഗുണപ്രദമായിട്ടുള്ള അവസ്ഥ തന്നെ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറയുന്ന വഴിപാടുകൾ കൃത്യമായി ചെയ്തുകൊള്ളുക. കണ്ടകശനിയുടെ എഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ശനീശ്വരന് കൃത്യമായി മാസത്തിൽ ഒരു പ്രാവശ്യം വഴിപാട് നടത്തുക. ശനീശ്വരന് നീലാഞ്ജനം അർച്ചന മുതലായ വഴിപാടുകൾ നടത്തുക. അതോടൊപ്പം തന്നെ ദേവീക്ഷേത്രത്തിൽ കടുംപായസം ഉടയാട അർച്ചന മുതലായ വഴിപാടുകൾ നടത്തുക. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ഭഗവാന് തുളസിമാല അർച്ചന, പാൽപ്പായസം ഇത്യാദി വഴിപാടുകൾ നടത്തുകയും
സർവ്വവിഘ്നോപശാന്തിക്ക് ഗണപതിഹോമം ഇത്യാദി വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. ധർമ്മദൈവസ്ഥാനത്ത് കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ദശാകാലം ഏതാണെന്ന് മനസ്സിലാക്കി അതിന് തുല്യമായിട്ടുള്ള പരിഹാരങ്ങളൂടെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ല പുരോഗതിയോട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യാഴമാറ്റവും അതുപോലെ ശനിമാറ്റവും പ്രയോജനകരമായി തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ജലധാര, പിൻവിളക്ക് ഇത്യാദി കാര്യങ്ങൾ നടത്തുക. കണ്ടശനിയുടെ എഫക്റ്റുകൾ ഉണ്ടാകുന്നവർ, പ്രയാസങ്ങളോടെ ഉണ്ടാകുന്നവർക്ക് ഇപ്പോൾ ശനി ഓൾറെഡി മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ശനി മാറിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു 1.5 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കും. വ്യാഴം കൂടെ മാറുമ്പോൾ ടോട്ടലി നിങ്ങൾക്ക് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വഴിപാടുകൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വ്യാഴപ്രീതിയും ശനിയുടെ പ്രീതിയും നേടിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ ഇന്ദ്രനീലം, രത്നം ധരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പൊതുവിൽ ഗുണാനിപ്പം ഞാൻ പറഞ്ഞ ഇതര മതസ്ഥർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു തമാശയോട് ഓർക്കുകയാണ്. മുസ്ലിം സഹോദരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സഹോദരങ്ങളല്ല, എല്ലാവരും സഹോദരങ്ങൾ തന്നെയാണ്. ഈ കഴിഞ്ഞൊരു കമൻറ്റ് ഞാൻ കണ്ടാണ്, നിങ്ങൾ മുസ്ലിങ്ങളെ മാത്രം മുസ്ലിം സഹോദരങ്ങൾ എന്ന് പറയുന്നത്, എല്ലാവരും സഹോദരങ്ങളാണ്. പിന്നെ ഞാൻ എന്തോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ക്രിസ്ത്യൻ സഹോദരങ്ങളും ഹിന്ദു സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ഈ പറയുന്ന വഴിപാടുകളെല്ലാം കൃത്യമായി ചെയ്ത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.